Good evening. Good evening, ma'am. 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 Good evening. നമ്മൾ പാർട്ട് 4 യൂണിറ്റ് 3 ആണ് കേട്ടോ എടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. പാർട്ട് 4 യൂണിറ്റ് 3. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആദ്യം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യുക. എല്ലാവരും തന്നെ മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. റിജോ, ഇതൊരു ലെറ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സാണ് മൂവ്മെന്റ്. പാർട്ട് 3. മൂവ്മെന്റ് പറഞ്ഞല്ലോ ഒന്നില്ലേ? ഇതിപ്പോ ഇത് വേണം, ഇത് വേണം. മൂവ്മെന്റ് എടുത്തിട്ടാ മതി. അതല്ലേ? ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ, ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ആണ്. അതായത് ഒരു സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതിന്റെ പ്ലാനിങ് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. നമ്മൾക്ക് സ്കൂളിനെ കുറിച്ചാണ് പഠിക്കാനുള്ള, സ്കൂളിന്റെ പ്ലാനിങ് ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. അതായത് ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ പോലെ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു ദ പ്ലാൻ ആൻഡ് പ്രോഗ്രാം ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്ലാൻഡ് പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയാ, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് അഥവാ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്, ഇപ്പോ നമ്മളിപ്പോ ഒരു സ്കൂളിലെയാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ തന്നെയാണ് പഠിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ സ്കൂളിന്റെ മാക്സിമം റിസോഴ്സസ് എങ്ങനെ അവിടെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ വരുന്നത് കേട്ടോ. ഒരു സ്ഥാപനമാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ആകുമ്പോൾ പലതരത്തിലുള്ള റിസോഴ്സസ് അവിടെ ലഭ്യമാണ് അല്ലെ. കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പോ അതെങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന് പ്ലാനിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ കുറേയധികം ബെനിഫിറ്റുകൾ ഉണ്ട്. എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്? വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ
പഠന രീതികൾ ഉണ്ടാവുമല്ലോ, അത് മെച്ചപ്പെടും. അതുപോലെ തന്നെ എന്താ പറയാ, അതേപോലെ തന്നെ അതായത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റ് കരിക്കുലം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവല്ലോ, അതും മെച്ചപ്പെടുന്നതാണ്. അതുപോലെ തന്നെ വേറെ പറയുന്നുണ്ട്, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്താണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്തൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് പറ്റണം. സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഔട്ട്കം കിട്ടുന്നു, ടീച്ചിങ് മെത്തേഡ് കൂടുതലായിട്ട് ഡെവലപ്പ് ആകുന്നു, പ്രൊഫഷണൽ ടീച്ചിങ് ആ ഒരു മെത്തേഡ് ഇവിടെ സാധ്യമാകുന്നു, അതുപോലെ തന്നെ മറ്റ് കരിക്കുലം ആക്ടിവിറ്റീസും കൂടുതൽ ഡെവലപ്പ് ആകുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? അപ്പൊ 2 പോയിന്റ് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 2 പോയിന്റുകൾ പറഞ്ഞു. എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്ലാനിങ് ആണത്. ഓക്കെ, രണ്ടാമത് എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു. ദെൻ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് ഒന്നുകൂടെ പറയാമോ? അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എടുത്തത്. നമ്മുടെ സ്കൂളിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഒരു സ്ഥാപനമാകുമ്പോൾ മികച്ച രീതിയിൽ അത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഇതുമൂലം ഉണ്ടാകുന്നുണ്ടെന്നും കൂടി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് ഒരു എന്താ പറയാ ടീച്ചർ അല്ലെങ്കിൽ എന്താ പറയാ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പ്ലാനിങ്ങിന് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം അല്ലെ, ഒരു സ്കൂളിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ലീഡ് ചെയ്യുന്നത് ഒരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ആരാണ്? അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയും. അവരാണ് എന്ത് ചെയ്യാം, ഇതിന് നേതൃത്വം കൊടുക്കുക. അപ്പൊ ഒരു സ്ഥാപനത്തിൻ്റെതായിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ അവരാണ് അതിന് മുന്നോട്ടിറങ്ങി പ്രവർത്തിക്കുന്നത് കേട്ടോ, ഒരു സ്ഥാപനത്തിന്റെ. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോ നമ്മുടേതായിട്ടുള്ള, ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മള് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ. പ്ലാൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യമായിട്ട് നമ്മളൊരു കാര്യം ഉറപ്പിച്ച് അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ പ്ലാനിങ്ങില് കൃത്യമായിട്ട് ഉണ്ടാകുന്ന ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഘടകങ്ങള്? എന്താണെന്നുണ്ടാവും അല്ലെ. വാട്ട്, വൈ, വെൻ, ഹൗ ആൻഡ് വെയർ. ഇത്രയും ചോദ്യത്തിന് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ് പ്ലാനിങ്ങിലൂടെ അല്ലെ. നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ സക്സസ്ഫുൾ ആക്കേണ്ടത്, അതുപോലെ അതിന്റെ വഴി എന്താണ്, എപ്പോഴാണ് അതിനു വേണ്ടി സമയം കണ്ടെത്തേണ്ടത്, എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത്, എവിടെ വെച്ചാണ് അത് നടപ്പിലാക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ വരുന്നതാണ്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വാട്ട്, അതുപോലെ തന്നെ വൈ, വെൻ, ഹൗ ആൻഡ് വെയർ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാനിങ്ങില് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഒരു സ്കൂളിന്റെ പ്രവർത്തനമാണെങ്കിൽ കൂടിയും അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. കൃത്യമായിട്ടുള്ള ഒരു ആൻസറും അതിനകത്ത് ഉണ്ടാവണം എന്ന് മാത്രം. ഓക്കെ, അടുത്തത് വരുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്ലാനിങ് ആണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്ലാനിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഒന്ന് വർക്ക് ഫാക്ടർ ആണ്. വർക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ജോലിയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്, ടൈം ഓപ്പറേഷൻ ഓർ റെപ്പറ്റീവ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഒരു സ്ഥാപനത്തിന്റെ ജോലി എന്ന് പറയുന്നത് സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ എന്ന് ഇവിടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എത്തരത്തിലാണ് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പോകുന്നത്, അവിടുത്തെ ജോലി എന്ന് പറയുന്നത് സിമ്പിൾ ആകാം, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആകാം. അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം ഓപ്പറേഷൻ, അതായത് ആ നിശ്ചിത ടൈം, എപ്പോഴാണ് ആ ജോലി തുടങ്ങുന്നത്, അത് തുടർച്ചയായിട്ട് നടക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വർക്ക് ഫാക്ടറിൽ വരുന്നത്. രണ്ടാമത്തത് സ്റ്റാഫ് ഫാക്ടർ ആണ്. അതിനകത്ത് സ്കിൽസ് ഓഫ് ടാലൻസ് ഓഫ് ദ സ്റ്റാഫ് റിക്വയർഡ്. അവിടെ ഉള്ള സ്റ്റാഫിന്
സ്കൂളാകുമ്പോൾ ടീച്ചേഴ്സ് ആണ് ഉണ്ടാവുക. അവിടെയുള്ള സ്റ്റാഫിന്റെ ടാലൻസ് എന്താ പറയാ മെൻഷൻ ചെയ്യുന്ന ഒരു ഇതാണത് സ്റ്റാഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇതെല്ലാരും എന്തിലുണ്ടാവും? പ്ലാനിങ്ങില് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ചെലവിന്റെ കാര്യമാണ് പറയുന്നത്. യൂസ്ഫുൾനെസ് ടു ദി സ്റ്റുഡൻസ്, ടീച്ചർ ഓർ കമ്മ്യൂണിറ്റി. ഇവിടെ എന്താ പറയുന്നത്? അതായത് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ അവിടെ ലഭ്യമാകുന്നുണ്ടോ, സ്റ്റുഡൻസിന് പ്രയോജനമാകുന്ന കാര്യങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അധ്യാപകനോ സമൂഹത്തിനോ ബെനിഫിറ്റ് ആകുന്ന കാര്യങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലഭിക്കുന്നുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ദെൻ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ അർജൻസി ഓഫ് ദ പ്ലാൻ. ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ അത് നിശ്ചിത ഒരു പീരീഡിലേക്കായിരിക്കും. ഇപ്പൊ നമ്മൾ 1 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ ഒക്കെ ആയിരിക്കും ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോ ആ പ്ലാനിന്റെ കാലാവധി എത്രയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ആവശ്യം, ആ ഒരു പ്ലാൻ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യം എന്താണ്, ഇക്കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ എക്യുപ്മെന്റ് ഫാക്ടർ. എക്യുപ്മെന്റ് ഫാക്ടറിൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മെഷീൻസ്, സ്പേസ്, ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്? എക്യുപ്മെന്റ് ഫാക്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അത് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കണം എന്നില്ല, വേണമെങ്കിൽ ചോദിക്കാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, വിച്ച് among the following the factors of influence planning എന്ന് ചോദിച്ചു കഴിഞ്ഞാല് താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. വർക്ക് ഫാക്ടർ ഉണ്ടാവും, സ്റ്റാഫ് ഫാക്ടർ ഉണ്ടാവും, ചിലപ്പോൾ ഉൾപ്പെടാത്തത് ചോദിക്കാം അല്ലെങ്കിൽ ഉൾപ്പെടുന്നത് ചോദിക്കാം. അപ്പൊ ആ ഫാക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ, അറിഞ്ഞിരിക്കുക. നമുക്ക് അടുത്തത് നോക്കാം. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. റീഡ് ചെയ്തായിരുന്നോ നിങ്ങൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്? റീഡ് ചെയ്തോ? ഇല്ല മാം. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. നിങ്ങള് അതായത് സ്കൂളിന്റെ സ്ട്രെങ്ത്തിനെ ആശ്രയിച്ചിട്ടാണ് ഫീസ് പിരിക്കുന്നത്. സ്കൂളിൽ എത്ര പേരാണോ സ്ട്രെങ്ത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് ഫീസ് പിരിക്കുന്നത്. ഫീസ് പിരിക്കുന്നതിന്റെ ചുമതല, റെസ്പോൺസിബിലിറ്റി വരുന്നത് അധ്യാപകനാണ്, ടീച്ചേഴ്സിനാണ് വരുന്നത് അല്ലെ. കുട്ടികളിൽ നിന്ന് ഫീസ് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമതല അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് അധ്യാപകനാണ്. ഇങ്ങനെ ഫീസ് പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനായിരിക്കും ഫീസ് പിരിക്കുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ സ്കൂളുകൾ ഉണ്ടല്ലോ, അവരെന്തിനായിരിക്കും ഫീസ് പിരിക്കുന്നേ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന്? സാലറി കൊടുക്കാനൊക്കെ, സ്കൂളിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. സ്കൂളിന്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സിന് സാലറി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഫീസ് പിരിക്കുന്നത് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, ഈ പണമിടപാട് അല്ലെങ്കിൽ ഈ പണത്തിന്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ സ്കൂളുകാര് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. എന്താണിത്? സ്കൂൾ ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിങ്, അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ ഇവിടെ നടത്തുന്നുണ്ട് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമ്മള് ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആരിൽ നിന്ന് പിരിച്ചു, അല്ലെങ്കിൽ എത്ര തുക, എത്ര എമൗണ്ട് ആണ് നമ്മൾ പിരിച്ചത്, അങ്ങനെയുള്ള കറക്റ്റ് കാര്യങ്ങൾ ഉണ്ടാകണം അല്ലെ. അതിപ്പോ സ്കൂൾ ആകണം എന്ന് തന്നെയില്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും
ഒരു ഹോസ്പിറ്റൽ ആയാലും അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഒരു പ്രൈവറ്റ് സെക്ടർ ആയാലും കൃത്യമായിട്ട് അവിടെയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെ കൃത്യമായിട്ടുള്ള രേഖ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതായത് വരവ് ചെലവ് കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ഇപ്പൊ സ്കൂളിലും ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവനക്കാർക്ക്, അതായത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ പിരിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ പിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് വരവും ചെലവും, നമ്മൾ അതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. എക്സ്പെൻസ് എത്രയാണ് അല്ലെങ്കിൽ ഇൻകം എത്രയാണ്, ഇതൊക്കെ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടാലി ചെയ്യുന്ന ഒരു സംവിധാനമാണത് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറും സ്കൂളുകളിൽ നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിലായാലും നിങ്ങളൊക്കെ നോക്കാറില്ല, നിങ്ങൾ വരവ് നോക്കുന്നുണ്ട്, ചെലവ് എക്സ്പെൻസ് എത്രയാണ്, നിങ്ങളുടെ ഇൻകം എത്രയാണ്, ഇതൊക്കെ നോക്കുമല്ലോ. ഓരോ മാസവും നോക്കുന്ന ഫാമിലീസ് ഉണ്ട് അല്ലെ. എക്സ്പെൻസ്, അതായത് നമ്മുടെ ഇൻകത്തിനേക്കാളും എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ നമ്മൾക്ക് ആ ഒരു മാസം ചിലപ്പോൾ ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് കൂടുതൽ തുക ചെലവായത്, ഇനി അടുത്ത മാസം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആ ഒരൊറ്റ മാസത്തെ കണക്ക് കൂട്ടലുകളിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് സ്കൂളിൽ ആർക്കൊക്കെയാണ് വേജ് ശമ്പളം, സാലറി ആർക്കൊക്കെ പോകുന്നു, ആർക്കാണ് കൂടുതൽ പോകുന്നത്. ചിലപ്പോ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ഓരോ പോസ്റ്റ് അനുസരിച്ച് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് അതിനനുസരിച്ചുള്ള സാലറി കിട്ടും, ലോവർ ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സാലറി കിട്ടുള്ളൂ. അപ്പോൾ ആർക്കൊക്കെയാണ് ഓരോ മാസവും ശമ്പളം പോകുന്നത്, ഏറ്റവും കൂടുതൽ ആരാണ് കൈപ്പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻകം, എങ്ങനെയാണ് ഫീസുകളൊക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കണക്കിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ സ്കൂളുകളിൽ എന്ത് നടത്തുന്നുണ്ട്, വരവും ചെലവൊക്കെ നോക്കിയിട്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. ഇതൊന്ന് വായിക്കുക കേട്ടോ. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്കൂൾ ഹെഡ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. നോക്കിയേ നിങ്ങള്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്കൂൾ ഹെഡ്. ഒരു സ്കൂൾ ഹെഡിന്റെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ആരുടെയാണ്? സ്കൂൾ ഹെഡിന്റെ.
ഫസ്റ്റ് വൺ എന്താണ്? ടു പ്രിപ്പയർ സ്കൂൾ ഫിനാൻഷ്യൽ പോളിസി ഓർ സ്കൂൾ ബഡ്ജറ്റ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്കൂൾ സാമ്പത്തിക നയം അല്ലെങ്കിൽ എന്താ പറയാ ഒരു സ്കൂളിന്റെ ഒരു ഫിനാൻഷ്യൽ പോളിസി അല്ലെങ്കിൽ എന്താ പറയാ സ്കൂൾ ബഡ്ജറ്റ് തയ്യാറാക്കല്. ഇതാണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. സ്കൂളിന് ഒരു പോളിസി ഉണ്ടാവും, എല്ലാ സ്കൂളിലും പോളിസികൾ ഉണ്ടാവും, ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള പോളിസികളായിട്ട് ഉണ്ടായിരിക്കുക. പ്രാഥമികമായിട്ടും എല്ലാ സ്കൂളിലും ഉണ്ടാവുക എന്ന് പറയുന്നത് കുട്ടികളെ നല്ല രീതിയിൽ നോക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, അവരെ കെയർ ചെയ്യുക, പഠിപ്പിക്കുക. ഇത് തന്നെയാണ് ആദ്യത്തെ പോളിസി എല്ലാ സ്കൂളിന്റെയും. എന്നാൽ ചില ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അപ്പൊ ആദ്യത്തെ ആ പോളിസി എന്താ പറയാ പ്രിപ്പയർ ചെയ്യേണ്ടതും അതുപോലെ തന്നെ സ്കൂൾ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടതും ആരാണ്? സ്കൂൾ ഹെഡ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ടു സൂപ്പർവൈസ് വെദർ ദ അലോക്കേഷൻ ഇൻ ദ സ്കൂൾ ബഡ്ജറ്റ് ആർ സ്പെൻഡ് ഇൻ അക്കോർഡ് വിത്ത് ദ ഫിനാൻഷ്യൽ റെഗുലേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്. അതായത് സ്കൂൾ ബഡ്ജറ്റിലെ വിഹിതം, അതായത് ഒരു പ്രത്യേക ഇതുണ്ടാവുമല്ലോ, അത് സാമ്പത്തിക നിയന്ത്രണങ്ങൾക്കും ലോജിസ്റ്റിക്സിനും അനുസൃതമായി ചെലവഴിക്കുന്നുണ്ടോ എന്ന മേൽനോട്ടം വഹിക്കാൻ. അതായത് എല്ലാ സ്കൂളുകളിലും സ്കൂൾ ബഡ്ജറ്റിൽ നിന്ന്, അതായത് അവരുടെ ഒരു അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു തുകയിൽ നിന്നൊരു നിശ്ചിത തുക മാറ്റിവെക്കും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ കാര്യങ്ങൾ അവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് മേൽനോട്ടം വഹിക്കേണ്ടത് ആരാണ്? സ്കൂൾ ഹെഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, ടു കളക്ട് ഏർണിംഗ് സച്ച് ആസ് ട്യൂഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, എക്സാം ഫീസ്, യൂണിഫോം ഫീസ് ആൻഡ് സോ ഓൺ. അതുപോലെ തന്നെ ചില ഫീസുകൾ ശേഖരിക്കാനായിട്ട് എന്താണ് ഇവരാണ് നേതൃത്വം കൊടുക്കുക. എന്തൊക്കെയാണ്? ട്യൂഷൻ ഫീസ് വരാം, കോഷൻ ഡെപ്പോസിറ്റ് വരാം, എക്സാം ഫീസ് വരാം, യൂണിഫോം ഫീസ് വരാം. ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സൂപ്പർവിഷൻ കൊടുക്കുന്നു. Then to see whether records are carefully kept for all items of expense. അതുപോലെ തന്നെ എല്ലാത്തരം ചെലവുകളുടെ സ്കൂളില് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പല ചെലവുകളും ചെയ്യേണ്ടി വരും അല്ലെ, പല വിധത്തില് പണം ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഈ ചെലവഴിക്കുന്ന തുകയുടെ റെക്കോർഡുകൾ എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യേണ്ടത് സ്കൂൾ ഹെഡിന്റെ മേൽനോട്ടത്തിലാണ്. To see whether payments are made to teachers, staff and others. അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിനും മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ സാലറി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ്. Then to see whether a good system of accounting is correctly maintained in the school. അതുപോലെ തന്നെ സ്കൂളിൽ നല്ലൊരു അക്കൗണ്ടിംഗ് സംവിധാനം ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അത് ശരിയായിട്ട് നടപ്പിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും സ്കൂൾ ഹെഡിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത്രയും റെസ്പോൺസിബിലിറ്റി ആരുടേതാണ്? സ്കൂൾ ഹെഡിന്റേതാണ് കേട്ടോ. ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും, ചുരുക്കി പറയുകയാണെങ്കിൽ ആ ഒരു സ്കൂളിന്റെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സൂപ്പർവിഷൻ കൊടുക്കുന്നത് അവിടുത്തെ സ്കൂൾ ഹെഡ് ആണെന്ന് നമുക്ക് ചുരുക്കി പറയാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫീസുകൾ ധാരാളം ശേഖരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ തരത്തിലുള്ള ഫീസുകളാണ് സ്കൂളുകളിൽ നിന്ന് കളക്ട് ചെയ്യാന്ന് നോക്കാം. സ്കൂളുകളിൽ എന്തൊക്കെ തരത്തിലുള്ള ഫീസുകളാണ് കളക്ട് ചെയ്യുന്നത് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് ഫീസ് ആണ്. ഇത് ഒരു സ്പെഷ്യൽ ഫീസ് ആണ്. അത് ലൈബ്രറി ഫീസ് വരാം, അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് വരാം, ബുക്സിന്റെയും നോട്ട്ബുക്കിന്റെയും ഫീസ് വരാം, അതുപോലെ തന്നെ മറ്റു ചില ഫീസുകൾ വരാം. ഇതൊക്കെ എന്താണ്? ഓപ്പണിംഗ് ഫീസ് ആയിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ലൈബ്രറി ഫീസ് ഏതിൽ പെടുന്നു, അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് ഏതിലാണ് വരുന്നത്, ബുക്ക് ഫീസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഏത് വിഭാഗത്തിലാണ്, ഏത് കാറ്റഗറിയിലാണ് ലൈബ്രറി ഫീസും അഡ്മിഷൻ ഫീസും ഒക്കെ പെടാം? ഏത് കാറ്റഗറിയാ? ഓപ്പണിംഗ് ഫീസ്. ഓപ്പണിംഗ് ഫീസിലാണ് വരിക അല്ലെ. എപ്പോഴാണത് കളക്ട് ചെയ്യുന്നത്? ഏത് ടൈമിലാണ്? തുടങ്ങുമ്പോ തന്നെ, സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെയാണ്, സ്റ്റാർട്ടിങ് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു ഫീസ് സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കേട്ടോ. കുട്ടികൾ പറയും ലൈബ്രറി ഫീസ് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ടുചെന്നാക്കുമ്പോഴോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടാറുണ്ട്, എത്രയാണ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളത് കുട്ടികളുടെ കയ്യിൽ കൊടുത്തും വിടും അല്ലെ. അപ്പൊ ഇതിനെയാണ് ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുന്നത്. Then tuition fees or monthly fees എന്താണെന്ന് നോക്കാം. This is not for the tuition she is taking out of the school hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. അതായത്
ഈ ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് സ്കൂളുകളിൽ കുട്ടികളെ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു ഫീസ് ആയിട്ടല്ല ഇവിടെ കണക്കാക്കുന്നത്. മറിച്ച് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഹിതം ഇതിൽ നിന്ന് കളക്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്. ഈ ട്യൂഷൻ ഫീസ് ആയിട്ട് കളക്ട് ചെയ്യുന്നതെന്നാ പറയുന്നത്. ചില സ്കൂളുകള് ഇത് ടേം ഫീസ് ആയിട്ടും സ്വീകരിക്കാറുണ്ട്. അപ്പൊ മാസം ഇപ്പൊ നമുക്കത് കിട്ടാറുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്യൂഷൻ ഫീസ് എന്നും പറഞ്ഞ് കുറച്ച് തുക വാങ്ങിക്കാറുണ്ട്. ഇനി മറ്റു ചില സ്കൂളുകളാണെങ്കിൽ ടേം ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഒരു ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എമൗണ്ട് വാങ്ങിക്കും. 3 മാസം കൂടുമ്പോഴാണ് മക്കളുടെ സ്കൂളിൽ ടേം ഫീസ് വരുന്നത്. 3 മാസം കൂടുമ്പോഴല്ലേ ഓക്കെ ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ അതൊന്ന് കേട്ടോളൂ കേട്ടോ. സബിന പറഞ്ഞാണ് 3 മാസം കൂടുമ്പോഴാണ് ട്യൂഷൻ ഫീസ് വരിക എന്ന് കേട്ടോ. പല സ്കൂളുകളിലും പല വിധത്തിലാണ് കേട്ടോ. ചിലവർ ടേം ഫീസ് ആയിട്ട് മേടിക്കും, ചിലവർ മന്ത്ലി ആയിട്ട് മേടിക്കും, ചിലവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് മേടിച്ചെടുക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തത് എക്സാം ഫീസ്. നിങ്ങൾക്കറിയാലോ എക്സാമിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ പല സ്കൂളും പല വിധമാണ്. ചില സ്കൂളുകൾ എക്സാമിന് തൊട്ട് മുമ്പ്, ഇപ്പൊ എന്താ പറയുക സ്റ്റേറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ ഇപ്പൊ എക്സാം വരുന്നുണ്ട്, ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് അല്ലെ, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പൊക്കെ എന്ത് ചെയ്യും, എക്സാം ഫീസ് എന്നും പറഞ്ഞ് കളക്ട് ചെയ്യും. ചില സ്കൂളുകളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ടേമിലേക്ക് ആവശ്യമായിട്ടുള്ള എത്ര എക്സാംസ് ഉണ്ടോ അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് ആദ്യമേ തന്നെ അവർ മേടിച്ചെടുക്കാറുണ്ട്. അപ്പോ ഇതെന്തിനു വേണ്ടിയിട്ടാണ് എക്സാം ഫീസ് എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻസർ പേപ്പർ, ആൻസർ ഷീറ്റിന് വേണ്ടിയിട്ടും അതൊക്കെ പ്രിന്റ് ചെയ്യാനുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ ത്രെഡുകൾ, നൂലുകളൊക്കെ മേടിക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, എക്സാം ഫീസ് കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഫീസുകൾ ഇങ്ങനെ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ എക്സാമിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനോ അല്ലെങ്കിൽ ആൻസർ ഷീറ്റിനോ ത്രെഡിനോ ഒക്കെ വേണ്ടിയിട്ട് മേടിക്കുന്ന ഫീസിനെ നമ്മൾക്ക് എക്സാം ഫീസ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ എന്താ പറയാ, എല്ലാ പരീക്ഷകളും കൂടി ഒരുമിച്ച് മേടിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം. ക്വാർട്ടർലി മേടിക്കാം, ലവണ പരീക്ഷയ്ക്ക് മേടിക്കാം, ഹാഫ് ഇയർലി, അങ്ങനെ എന്താണ് ആനുവലി, അങ്ങനെ 3 ടേം ആയിട്ടും കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കാം, ഈ ഒരു ഫീസ് കളക്ട് ചെയ്യാം കേട്ടോ. then അടുത്തത് യൂണിഫോം ഫീസ് ആണ്. യൂണിഫോം ഫീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, വർഷത്തിൽ ഒരിക്കലാണ് ഇത് കളക്ട് ചെയ്യുന്നത് എന്നാ പറയുന്നത്. എന്താണ് യൂണിഫോം ഫീസ്? കുട്ടികൾക്കുള്ള യൂണിഫോം തുണി കൊടുക്കുന്ന അതാണോ യൂണിഫോം ഫീസ്? അതാണോ? അത് ക്ലോത്ത് മാത്രമല്ല, അവരുടെ ടൈ, ബെൽറ്റ് എല്ലാം ഉണ്ടാവും അതിന്റെ കൂടെ. അതിലതിന് പെടും അല്ലെ, ഷൂസ് ഉണ്ട്, അതുപോലെ തന്നെ ബെൽറ്റ് ഉണ്ട്, ടൈ ഉണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ്, കളക്ട് ചെയ്യുന്നു അല്ലെ. ദാറ്റ് ഈസ് യൂണിഫോം ഫീസ്. ഓക്കെ, എളുപ്പമല്ലേ ചാപ്റ്റർ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. then അടുത്തതൊന്ന് വായിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൂറുകളെ കുറിച്ചിട്ടാണ്. സ്കൂളുകളിൽ നിന്ന് കുട്ടികളെ ടൂർ കൊണ്ടുപോകാറില്ലേ, അപ്പോ അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം, പെട്ടെന്ന് മനസ്സിലാവും.
ഓക്കെ. അപ്പൊ ടൂർ ഫങ്ഷൻസ് ആൻഡ് പ്രോഗ്രാം ഫീസ്. അപ്പൊ എന്താണ്, പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ടൂറുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികളിൽ നിന്ന് ശേഖരിക്കുന്ന ഫീസാണ്. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ദീസ് ആർ നോട്ട് ഫിക്സഡ് ഫീസ്. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഫീസ് അല്ല. According to the management, the teacher acts in this way. In some schools, they do not conduct any tours at all. Tour will be of 4 types. അപ്പോ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ടൂറിന് വേണ്ടിയിട്ടുള്ള തുക കളക്ട് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എപ്പോഴാണോ മാനേജ്മെന്റ് പറയുന്നത് ടൂറിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലെങ്കിൽ ടൂറിന് വേണ്ടി റെഡി ആവാൻ, ആ സമയത്താണ് കുട്ടികളിൽ നിന്ന് ഈ ഒരു ടൂറിന്റെ പൈസ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല. കാരണം ചില സ്കൂളുകള് ടൂർ കൊണ്ടുപോവാറില്ല. ടൂറുകൾ കൊണ്ടുപോകാത്ത സ്കൂൾസ് ഉണ്ട്. അപ്പോ ഇത് എന്താ പറയാ, നമുക്ക് ഇത് ഇന്നതാണ് അല്ലെങ്കിൽ ഇന്നതായിട്ട് ഇത് കളക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. മാനേജ്മെന്റ് എപ്പം പറയുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു തുക കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുക. അപ്പൊ 4 ടൈപ്പ് ടൂറുകൾ ഉണ്ടെന്നാ പറയണേ കേട്ടോ. ഫസ്റ്റ് വൺ, ജനറൽ ടൂർ ഓർ ലോങ് ടൂർ. It is for a long place arranged by the correspondent. Entire school is expected to participate once in a year. ഒരു ദീർഘദൂര യാത്രയാണ് അല്ലെ, അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു ടൂർ പോവാം. നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ, സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവും, കോളേജിൽ നിന്നൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും അല്ലെ. 4-5 ദിവസത്തേക്കൊക്കെ സ്കൂൾ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് എല്ലാ ക്ലാസ്സിലെ എല്ലാവരും ഒത്തുചേർന്ന് അധ്യാപകരൊക്കെ ചേർന്നിട്ട് നിങ്ങളും പോയിട്ടുണ്ടാവും. പോയിട്ടില്ല? എങ്ങനെ ലോങ് ടൂർ പോയിട്ടുണ്ടാവും? എവിടേക്കാ പോയിട്ടുള്ളത് ലോങ് ടൂർ? ഊട്ടി, മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, കോയമ്പത്തൂർ. ആ, എത്ര ദിവസത്തെ ട്രിപ്പ് ആയിരുന്നു? ഞങ്ങൾ 5 ദിവസം. 5? +2 പഠിച്ചപ്പോഴാണ്. +2 പഠിച്ചപ്പോൾ. മൈസൂർ, ബാംഗ്ലൂർ. ഇവിടെ കുട്ടികള് 10th ഞാനെങ്ങും പോയിട്ടില്ല. ഗോവയ്ക്ക് ട്രിപ്പ് പോയത്. സുജാത, കുട്ടികളെ ഇത്തവണ 10th അപ്പൊ ട്രിപ്പ് പോയത് ഗോവയ്ക്ക. 5 day ട്രിപ്പ് ആയിരുന്നു. ആ ആ. അപ്പൊ എല്ലാവരും ടൂറ് പോയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ടൂർ പോകാത്ത ആരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല. ഞാനും പോയിട്ടില്ല. നമ്മള് കല്യാണം കുട്ടികളൊക്കെ വലിയതായിട്ടാണ് പഠിച്ചത്, +2 +1 ഒക്കെ. അതുകൊണ്ട് ഞാൻ പോകുന്ന കുട്ടികളൊക്കെ പോരാണ്. അപ്പൊ ഞാൻ തന്നെ പോയില്ല. ഞാൻ പോയിട്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ പോയി, പക്ഷെ ഞാൻ പോയില്ല. പേടിക്കണ്ട, കുട്ടികളെ കൊണ്ട് ഇനി പോവാലോ. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികളെ കൊണ്ട് പോയിരുന്നു, നമ്മളെ കുട്ടികളായിട്ട് പോയിക്കണു. പക്ഷെ മറ്റുള്ളപ്പം ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പറ്റില്ല. പോവാൻ പറ്റിയില്ല അല്ലെ? ഇല്ല. പോയിട്ടുണ്ട്, എത്ര പേര് പോയിട്ടുണ്ട്? പ്രത്യേകം ഒരു ഇതല്ലേ അങ്ങനെ പോകുന്നതല്ലേ? അത് വേറെ രസമാണ്. ഫാമിലിന്റെ കൂടെ അല്ലാതെ പോകുമ്പോൾ വേറെ രസമാണ്. ഫാമിലിയുടെ കൂടെ പോകുന്നത് വേറൊരു വൈബ്, ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നത് വേറൊരു വൈബ്. അങ്ങനെ പലതരത്തിലുള്ള വൈബുകളുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ വേറൊരു എന്താ പറയാ ഫീലിങ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് ബന്ധപ്പെട്ട അധികാരികളാണ് ഇങ്ങനെയുള്ള ടൂറിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൂറൊക്കെ അറേഞ്ച് ചെയ്യുക സ്കൂളുകളിൽ. അവര് ചർച്ച ചെയ്ത് തീരുമാനിക്കും ഏത് പ്ലേസിലേക്കാണ്. അഭിപ്രായം വന്ന് ചോദിക്കും കേട്ടോ, നമ്മളോട് ഒപ്പീനിയൻ ചോദിക്കാറുണ്ട് വന്നിട്ട്. എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത്, താല്പര്യം അല്ലെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഇൻട്രസ്റ്റ് എങ്ങോട്ടാണ് പോവാൻ? ചിലപ്പോൾ ഊട്ടി കൊടൈക്കനാൽ ആവാം, അല്ലെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം ആവാം. തിരുവനന്തപുരമുള്ള സ്ഥലം, തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരാമല്ലോ. നമ്മൾ സ്റ്റേറ്റ് വിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താ പറയാ 4-5 ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അല്ലെ. അടിപൊളിയാണല്ലേ. അപ്പോ ആ ബന്ധപ്പെട്ട ആളുകള് നിശ്ചയിക്കും. അവര് നമ്മളോട് സജഷൻസ് ചോദിക്കും. ഇപ്പൊ കുട്ടികളോടാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളോടൊക്കെയാണെങ്കിൽ ചോദിക്കില്ല. അവര് പറയുന്ന സ്ഥലത്താണ് അവരെ കൊണ്ടുപോവുക. കുറച്ചും കൂടി മുതിർന്ന കോളേജിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന 10ാം ക്ലാസ് അങ്ങനെയുള്ള ഏജ് ഗ്രൂപ്പുള്ള ആളുകളെ ആണെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകാൻ ഇൻട്രസ്റ്റ്. ചില കുട്ടികൾ പറയും, മെജോറിറ്റിയുടെ അഭിപ്രായമാണ് അവിടെ
എന്താ പറയാ അവര് സ്വീകരിക്കുക. അപ്പൊ അവർക്ക് ഇന്ന സ്ഥലത്തോട്ട് പോയാൽ മതി എന്ന് പറയും. അപ്പൊ ഈ കൊണ്ടുപോകുന്ന വണ്ടിക്കാർക്ക് അറിയാൻ പറ്റും, ടൂർ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ആളുകളില്ലേ അവർക്ക് അറിയാൻ പറ്റും ഏതാണ് ബെറ്റർ, കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ അവർ കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ അവരും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടാണ് സ്ഥലം തീരുമാനിക്കുക. അപ്പോ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇങ്ങനെ ടൂർ കൊണ്ടുപോവുക കേട്ടോ. ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇങ്ങനെ കൊണ്ടുപോവുക. അതാണ് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ടൂർ എന്ന് പറഞ്ഞാല് ലോക്കൽ ടൂർ ആണ്. എ പ്ലേസ് വിത്തിൻ ദ ടൗൺ ലൈക്ക് എ സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര. രണ്ടാമത്തെ ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ടൂർ ആണ്. അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക. ഒരു ദിവസത്തെ ടൂർ ആണത്. ആ ഒരു ദിവസമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക. രാവിലെ പോകുന്നു, ഉച്ച കഴിഞ്ഞു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നു. ദാറ്റ് ഈസ് ലോക്കൽ ടൂർ. നമ്മൾ പോയിട്ടുണ്ടാവും, മൃഗശാലയിൽ പോയിട്ടുണ്ടാവും അല്ലെ, ധാരാളം മൃഗങ്ങളെ കാണാൻ പോയിട്ടുണ്ടാവും. അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ടാവും, സർക്കസിന് കൊണ്ടുപോയിട്ടുണ്ടാകും. ചൈൽഡ് ഫിലിം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലുള്ള സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചെറുപ്പത്തിലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഞങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഞാനൊക്കെ പോയിട്ടുണ്ട്. ഒരു ജീപ്പായിരുന്നു അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിനകത്താണ് ഞങ്ങളെ കൊണ്ടുപോയത്. കണ്ണടയൊക്കെ തന്നു തിയേറ്ററിൽ. അപ്പോ അതൊക്കെ കണ്ട് നല്ല രസമാണ്. അപ്പൊ ഒരു ദിവസത്തെയാണ്, ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ടൂർ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താണ്, ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയെങ്കിലും സിനിമ ഇറങ്ങിയ സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു കഥ പഠിക്കാനുള്ളതാന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ? മാം ഞങ്ങളെ കൊണ്ടുപോയതേ ഒരു ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ, ഡോൺ ബോസ്കോ. ഡോൺ ബോസ്കോ പുണ്യാളന്റെ ആ ഒരു ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ആ സിനിമ കാണിക്കാനാ കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അതൊന്ന് നിങ്ങൾ ഓർത്തെടുക്കുക. എവിടെയൊക്കെയാണ് നിങ്ങൾ പോയിട്ടുള്ളത്, ഏതൊക്കെ സിനിമകൾ കാണാൻ പോയിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ഓർത്തെടുക്കുക. എന്റെ ഒരു ഇതില് ഞാൻ കണ്ട ഒരു ഫിലിമാണ്, ആകെ ഒരു ഫിലിം മാത്രമേ പോയി കണ്ടിട്ടുള്ളൂ. ഒരു ഫിലിം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു ഫിലിമാണ്. സ്കൂളിൽ നിന്ന് ഞങ്ങളെ വൺ ഡേ ആയിട്ട് കൊണ്ടുപോയത്. അതിപ്പോഴും ഓർമ്മയുണ്ട്, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊണ്ടുപോയത്. അതുപോലെ തന്നെ പിന്നീട് ടൂർ ഞങ്ങൾ പോയപ്പോ, ഞങ്ങള് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇയറിന് ടൂറിന് പോയത് മൈസൂർ, കുടക്, ആ 2 സ്ഥലങ്ങളിലാണ്. അപ്പൊ ഞങ്ങൾ പോകുന്ന വഴി, ഞങ്ങൾ നൈറ്റ് ആണ്, ഇവിടുന്ന് ഒരു 7 മണിക്കാണ് കോളേജിൽ നിന്ന് പുറപ്പെട്ടത്. ഒരു 10 മണിയുടെ ഷോന് ഞങ്ങള് എവിടെയാ കയറിയത്, ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ജയറാമിന്റെ ഒരു സിനിമയായിരുന്നു, അന്നും കണ്ടു. അത് പക്ഷെ അത്ര അങ്ങോട്ട് ഇതായില്ല, സിനിമ അത്ര ഇതായില്ല. ആ ഒരു വൈബ്, നമ്മള് മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടൊരു വൈബ് ഒന്നും നമുക്ക് ആ സിനിമ കണ്ടപ്പോ ഉണ്ടായില്ല. പിന്നെ ടൂറിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സ്ഥലം നമ്മള് ഇത് ചെയ്യണമല്ലോ, സ്ഥലത്ത് എത്തിയിട്ടില്ലല്ലോ നമ്മൾ, ഈ 2 സ്ഥലത്ത് നമ്മൾ എത്തണമല്ലോ, എന്നാലും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ആ 2 ഫിലിം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ കൂട്ടുകാരും ഒത്ത് കണ്ടിട്ടുള്ളത്, വേറൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എപ്പോഴും നല്ല ഒരു ഇതാണ്, കാരണം ആ ഒരു ഫീലിങ്സ് തന്നെ വേറെയാണ് നമ്മുടെ. ഓക്കെ, പഴശ്ശിരാജ് കണ്ടു മിസ്സേ, പഴശ്ശിരാജ് കണ്ടു. ഓക്കെ ഓക്കെ, കുട്ടികളുടെ കണ്ട്. ഓക്കെ. ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് ശ്രീ ഗോകുലം ഗോപാലിന്റെ സ്കൂളിലാണ്. അപ്പൊ സാറിന്റെ ഫിലിം റിലീസായ കുട്ടികളെ കൊണ്ടുപോകും. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, പകുതി റേറ്റ് കുട്ടികളെ എടുക്കുക, ബാക്കി പകുതി സാർ എടുത്തിട്ട് അങ്ങനെ സാറിന്റെ സിനിമകൾ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ട് അല്ലേ? പിന്നെ അതുപോലെ സർക്കസിനൊക്കെ പോവാറുണ്ടല്ലോ, സർക്കസ് ഒക്കെ കാണിക്കാനായിട്ട് കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ആവശ്യമായിട്ട് റിഡക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. കുട്ടികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏത് പ്ലേസിൽ പോയാലും കുട്ടികളെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്താ പറയാ, കോസ്റ്റ് കുറയും നമ്മുടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ ഞാൻ പറഞ്ഞു ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ, അങ്ങനെയുള്ള സ്ഥലത്ത് സാധാരണ പൊതുവെ കൊണ്ടുപോകാറുണ്ട് കുട്ടികളെ. അപ്പൊ ഇത്തരത്തിലുള്ള ടൂറുകളെയാണ് നമ്മള് ലോക്കൽ ടൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ, ഔട്ട്ഡോർ ക്ലാസ്. ഈ തരം ടൂറുകൾ എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് ടൂറാണ്. അതായത് ഒരു ടീച്ചറ് ക്ലാസ്സിലുള്ള കുട്ടികളെ ദീർഘദൂരം നടത്താനായിട്ട് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുറച്ചു ദൂരം നടത്തുന്നു, അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയോ അല്ലെങ്കിൽ കോമ്പൗണ്ടിന് പുറത്തോ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചു ദൂരം നടക്കുന്നുണ്ട്. ചിലപ്പോ ആ ഒരു സ്കൂള് നിൽക്കുന്ന അവിടെ നിന്ന് ആ ഒരു റോഡ് വരെയാകാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെയോ, അല്ലെങ്കിൽ അവിടെ ഏതാണോ മെയിൻ ആയിട്ട് കാണുന്നത് ആ ഒരു സ്ഥലം വരെ ചിലപ്പോൾ കുട്ടികളെ
ഒരുമിച്ച് നടത്തി കൊണ്ടുപോവുക. ഇത്തരത്തിലുള്ള ടൂറിനെയാണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് കുറച്ചു ദൂരം കുട്ടികളെ നടത്തി സവാരി ചെയ്യിപ്പിക്കാൻ കൊണ്ടുവരിക. ദാറ്റ് ഈസ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ. ഓക്കെ, അടുത്തത് ടീച്ചർ ടൂർ ആണ്. ടീച്ചർ ടൂർ എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സ് തമ്മിൽ എന്താ പറയാ, ടീച്ചേഴ്സ് എല്ലാവരും കൂടി പോകുന്ന ടൂറാണ് കേട്ടോ. ഓക്കെ, ടീച്ചേഴ്സ് മാത്രം, സ്കൂളിന്റെ ടീച്ചേഴ്സ് മാത്രം, അവര് മാത്രമായിട്ട് പോകുന്ന ടൂറിനെയാണ് നമ്മള് എന്താ പറയാ ടീച്ചേഴ്സ് ടൂർ എന്ന് പറയുന്നത്. ഈ ടീച്ചർ ടൂർ നടത്തുന്നത് വെക്കേഷൻ ടൈമിലാണ് കേട്ടോ. ഓക്കെ, വെക്കേഷൻ ടൈമിൽ മാനേജ്മെന്റിന്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ടീച്ചർ ടൂർ നടത്തുന്നത്. നിങ്ങൾ പോകുന്നതായിരിക്കും, ചിലപ്പോ നിങ്ങളുടെ സ്കൂളിൽ നിന്നും പറയും, അപ്പൊ നിങ്ങൾ പോവാ. ഓക്കെ, എനിക്ക് ഡിസംബർ വെക്കേഷൻ ഉണ്ട് മാം. ഡിസംബർ വെക്കേഷനില് ടീച്ചേഴ്സ് ടൂർ എടുത്തിട്ടുണ്ട് അല്ലേ? എവിടേക്കാ പോകുന്നത് നിങ്ങള്? അപ്പൊ ഇങ്ങനെ ഡിസ്കഷനിൽ വരികയാണ്, എവിടെയാണെന്ന് കൺഫേം ചെയ്തിട്ടില്ല. ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളില് നിക്കുക. ലോങ് വേണോ? എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല. മൂന്നാർ എനിക്ക് മൂന്നാർ വലിയ ഇഷ്ടമാണ്. അപ്പൊ മൂന്നാർ പോകാൻ എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ പ്രഗ്നന്റ് ആയവരൊക്കെയുണ്ട്, പിന്നെ ലോങ് പോകാൻ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവര് അങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഡിസംബർ ഈ വെക്കേഷനിൽ എന്തായാലും ഈ അടുത്ത ആഴ്ചക്കുള്ളില് തീരുമാനമാക്കാന്നാണ് HM അറിഞ്ഞിരിക്കുന്നത്. ആണല്ലേ? അതെ. അതുപോലെ തന്നെ 2 തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 ടൈപ്സ്. 1 എന്ന് പറയുന്നത് ക്യാമ്പസിനുള്ളിൽ നടത്തുന്ന പ്രോഗ്രാംസ്, അതായത് ഫിലിം ഷോ, അതായത് ഫിലിംസ് കാണിക്കാറുണ്ട് അല്ലെ, സ്കൂളിലെ കുട്ടികളെ ഫിലിംസ് കാണിക്കാറുണ്ട്. രണ്ടാമത്തത് പപ്പറ്റ് ഷോ. പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞാല് പാവകളി, തോൽപ്പാവക്കൂത്ത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? 2 പാവകള് തമ്മിൽ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് പപ്പറ്റ് ഷോ കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, സ്കൂളിനകത്ത് നടത്തുന്ന പ്രോഗ്രാമുകളാണ്. ഒന്ന് ഫിലിം ഷോ, പ്രൊജക്ടറൊക്കെ ഉപയോഗിച്ച് ഫിലിംസ് കാണിക്കാറുണ്ട്. രണ്ടാമത്തത് പപ്പറ്റ് ഷോ. അതുപോലെ തന്നെ വേറൊരു രീതി പറഞ്ഞാല് ഔട്ട്സൈഡ്, ക്യാമ്പസിന് പുറത്ത്, സ്കൂളിന് പുറത്ത് കുട്ടികളെ സർക്കസിന് കൊണ്ടുപോകാറുണ്ട്, സിനിമയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെ എന്താണ് ഇതിനെല്ലാം തന്നെ എന്താണ് ഫീസും കാര്യങ്ങളൊക്കെ കളക്റ്റും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ, സിനിമയ്ക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സർക്കസിന് കൊണ്ടുപോവുകയാണെങ്കിലും കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കാറുണ്ട്? ഫീസ് കളക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ സ്കൂളിനകത്താണെങ്കിൽ അതില്ല. അപ്പൊ ഒരു സിനിമ കാണിക്കുക, ഇപ്പൊ നമ്മുടെ ലെസണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിനിമയാണ് കാണിക്കുന്നതെങ്കിലും, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സിനിമയാണ് കാണിക്കുന്നതെങ്കിലും ഒന്നും അതിനകത്തൊന്നും നമ്മളിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യുന്നില്ല. മറിച്ചത് അവര് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ മക്കളെ ഓരോ വിഷയത്തിലും ഓരോ സബ്ജക്റ്റ് വരുമ്പോ അതിന്റെ ഓരോ ലെസണില് ഓണത്തിനെ കുറിച്ചിട്ടാണെങ്കിൽ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും ഓരോ കൂട്ടാങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകല്ലോ. ഇപ്പൊ 4ാം ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് പോയപ്പോ ഉണ്ടായിരുന്നു അവിടെ ഓണസദ്യ. 4ാം ക്ലാസ്സിലെ പിള്ളേര് മാത്രം വന്നിട്ട് അവരെല്ലാരും ഉണ്ടാക്കി കൊടുത്തിട്ട് ടീച്ചേഴ്സ് എല്ലാരും ഓണസദ്യ കഴിച്ചു. പിന്നെ ഒരു ദിവസം ഉണ്ട് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പലഹാരത്തിന്റെ പാടായിരുന്നു പറഞ്ഞു ലെസണ്. എന്നിട്ട് എല്ലാരും പല പല പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുന്ന് ടീച്ചേഴ്സ് എല്ലാരും കഴിക്കാൻ പോയിരുന്നു. 3ാം ക്ലാസ്സിലെ പിള്ളേരെ മാത്രം ഇരുന്നിട്ട്. അങ്ങനെ ഇപ്പൊ കുട്ടികൾക്ക് തന്നെ നല്ല അതിന്റെ പേര് പറയണത് ഉണ്ടാക്കി സാധനം കൊടുന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ക്ലാസ് ആ ലെസൺ അങ്ങനെ എടുക്കുക. അപ്പൊ ടീച്ചേഴ്സ് പറയും ഇവർക്ക് ഈ പേരുകളൊന്നും പിന്നെ മറക്കില്ല കുട്ടികൾ പറയും. സാധനം ഒറിജിനലായിട്ട് കാണല്ലേ. അങ്ങനെ ഓരോ സാധനത്തിന്റെ പേര് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും എടുത്ത് കഴിക്കും. അതിന് ഓരോ പാഠത്തിന് അതിനനുസരിച്ചിട്ടുള്ള ഇതൊക്കെ ഇപ്പൊ നല്ല രസമാണ് ക്ലാസ്. ഗവൺമെന്റ് സ്കൂളിൽ നല്ല രസം. മറ്റേ CBSE ഒക്കെ എങ്ങനെയാന്ന് അറിയില്ല. സെക്കൻഡ് പാരഗ്രാഫിലൂടെ പറയുന്നത് ചില കണ്ടീഷൻസിൽ ചില അധ്യാപകർക്ക് ഫീസ് പിരിക്കാനുള്ള ഒരു ഇത് കൊടുക്കാറുണ്ട്, റെസ്പോൺസിബിലിറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ അധ്യാപകൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു നോട്ട് ബുക്ക് അതിനു വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഫീസ് കളക്ട്
കളക്ട് ചെയ്ത തീയതി, അതുപോലെ തന്നെ ആരിൽ നിന്നാണോ ഫീസ് കളക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്റ്റുഡന്റിന്റെ പേര്, എത്ര രൂപയാണോ കളക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേജിന്റെ ഹെഡിങ്സ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഫീസ് കളക്ട് ചെയ്തിരിക്കുന്നതിനുള്ള സകല ഡീറ്റെയിൽസ് എന്ത് ചെയ്തിരിക്കണം ആ നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. അപ്പൊ നിങ്ങളോട് പറയാണ് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് കളക്ട് ചെയ്യാൻ പറയാണ്. അപ്പൊ വെറുതെ നിങ്ങൾ ഫീസ് കളക്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. ചിലപ്പോ നിങ്ങൾ ഫീസ് കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ കുട്ടി എമൗണ്ട് കൊണ്ട് തരുമ്പോൾ നിങ്ങൾ പേരെഴുതും, എത്രയാണെന്ന് എഴുതുന്നുണ്ടാകും. പക്ഷെ അത് മാത്രമല്ല, ഡേറ്റ് എന്നാണെന്ന് എഴുതണം, ആളുടെ പേര് എഴുതണം, അതുപോലെ തന്നെ എത്ര രൂപയാണ് കളക്ട് ചെയ്തത്, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് കളക്ട് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കണം ഒരു നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ഇതില് റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ റെസിപ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, കാർബൺ കോപ്പി ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്താ ചെയ്യേണ്ടത്, സൂക്ഷിച്ചു വെക്കണം. ബിൽ നമ്പർ, സീരിയൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചില ഇതിൽ ബിൽ നമ്പറും സീരിയൽ നമ്പറും അടക്കം ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഫീസ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാഷിന്റെ കാര്യമാണ്. നമ്മുടെ കുട്ടികളിൽ നിന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഫീസ് കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് കൃത്യമായിട്ട് തുക എന്ത് ചെയ്യുക, കണക്ക് കൂട്ടി ഒരിടത്ത് എഴുതി വെക്കുക, നോട്ട് ബുക്ക് സൂക്ഷിച്ചു വെക്കുക. വീട്ടിൽ കൊണ്ടുപോയാൽ തന്നെ വീട്ടിൽ അത് സുരക്ഷിതമാണ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ എടുക്കാത്ത തരത്തിൽ എന്ത് ചെയ്യുക, അത് സൂക്ഷിച്ചു വെക്കുക. കാരണം നാളെ ഒരു ഇതില് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കണം, എന്തെങ്കിലും കണക്കിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, പിശക് പറ്റിക്കഴിഞ്ഞാൽ ചോദിക്കാം, നിങ്ങളല്ലേ ആ ഫീസ് കളക്ട് ചെയ്തത്, അതിന്റെ രേഖ കാണിക്കാനോ അങ്ങനെ എന്തെങ്കിലും മാനേജ്മെന്റ് ആവശ്യപ്പെടാം. അപ്പൊ എന്ത് ചെയ്യാം, ഒരു കാര്യം ഏൽക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് രേഖകൾ കാണിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ആരും അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് കേട്ടോ. എന്റെ കുട്ടിയാണ് അല്ലെങ്കിൽ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പേരെഴുതാതിരിക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, റെസിപ്റ്റ് കൊടുക്കേണ്ടതാണെങ്കിൽ റെസിപ്റ്റ് കൊടുക്കുക, കാർബൺ കോപ്പി ഉള്ള എല്ലാത്തിനും രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതനുസരിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, ഇതുപോലെ തന്നെ ഇനി അടുത്തത് ടേക്കിംഗ് പാർട്ട് ഇൻ ഫങ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ടേക്കിംഗ് പാർട്ട് ഇൻ ഫങ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ്, അതായത് ഒരു ടീച്ചർ ഒരു വീട് എന്ന പോലെയാണ് സ്കൂളിനെ കാണേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാവരും ടീച്ചർമാരാണ്. നമ്മുടെ വീട്ടില് ആളുകൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം സ്കൂളുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ആ ഫംഗ്ഷൻ നമ്മൾ നടത്തേണ്ടത്. അപ്പൊ ആളുകളൊക്കെ ധാരാളം വിസിറ്റേഴ്സ് ഒക്കെ വരാം, അല്ലെ VIPസും കാര്യങ്ങളൊക്കെ വരാം. ഒരു സ്വീകരിച്ചിരിക്കേണ്ടതും അവർക്ക് എന്താ പറയാ വെള്ളം, ഭക്ഷണം മുതലായ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതും നമ്മുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം സ്കൂളിലും നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ ടീച്ചേഴ്സ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആനുവൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാം, സ്കൂളുകളിൽ നടത്താം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് അറേഞ്ചിങ് ദ VIPs ഇൻവിറ്റേഷൻ കമ്മിറ്റി. അതായത് ഈ ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു സ്കൂളില് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ നടക്കുമ്പോൾ എന്തായാലും അതിനകത്ത് വിശിഷ്ട അതിഥിയായിട്ട് ഒരാൾ വരും അല്ലെ, ഒരു ഗസ്റ്റ് ഉണ്ടാകും. അവരെയാണ് നമ്മൾ VIPs എന്ന് പറയാ. അതായത് നമ്മളുടെ വിശിഷ്ടാതിഥിയെയാണ് നമ്മൾ എന്ത് പറയാ, അതിപ്പോ ചിലപ്പോ ഏതെങ്കിലും നമ്മുടെ ലോക്കലിലുള്ള ഏതെങ്കിലും എന്താ പറയാ, ചിലപ്പോ MLA ആകാം, അല്ലെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ സിനിമാ താരങ്ങളാകാം, ആരും ആവട്ടെ അവരെ നമ്മള് VIPs എന്നാ പറയാ അല്ലെ. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്?
അപ്പോൾ അവരെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അവരെ മുൻകൂട്ടി അവരുടെ അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കാൻ, ഇപ്പൊ സിനിമ സ്റ്റാറുകളൊക്കെ ആണെങ്കിൽ, സിനിമാ താരങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ നമ്മൾ മുൻകൂട്ടി എടുക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡുകളൊക്കെ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ അവരെ ക്ഷണിക്കുക അല്ലെ. അപ്പൊ അവര് വരുമ്പോൾ അവര് പ്രത്യേകം എന്ത് ചെയ്യണം, ക്ഷണിച്ചിരുത്തണം. അതുപോലെ തന്നെ അവരെ ഇരുത്തുന്നതിന് വേണ്ടിയുള്ള സിറ്റിംഗ് അറേഞ്ച്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഒരു എന്താ പറയാ പ്രോഗ്രാം ഒരുക്കി കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ചില അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടാകും, അവരെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചില അധ്യാപകരെ മേൽനോട്ടം കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ ആ ജോലിയാണ് കിട്ടുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നോക്കാം. രണ്ടാമത്തേതാണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് കേട്ടോ. സ്റ്റേജ് അറേഞ്ച്മെന്റ്സിൽ വരുന്നത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്റ്റേജ് അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയാ അലങ്കാരപ്പണികൾ അല്ലെ, അതായത് തോരണം തൂക്കാനും അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ സ്റ്റേജിൽ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ചെയേഴ്സും മറ്റൊക്കെ കൊണ്ടുപോയിടുക. പിന്നെ സ്ക്രീന് ഉപയോഗിക്കുകയാണെങ്കിൽ സ്ക്രീനിന്റെ ഇരുവശത്തും അധ്യാപകരെ നിർത്തണം എന്ന് പറയുന്നുണ്ട്. അവരവിടെ നിന്ന് മാറാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് അറേഞ്ച്മെന്റ്സിൽ ചെയ്യേണ്ടത്. ചെയർ കൊണ്ടുപോയിടുക, അതുപോലെ തന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്യുക, തോരണങ്ങൾ തൂക്കുക, അലങ്കാരങ്ങൾ ഇതാക്കുക, ബലൂണൊക്കെ എന്താ പറയുക, അതുപോലെ തന്നെ പൂക്കളൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേജ് അലങ്കരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി സ്റ്റേജിന്റെ സ്ക്രീൻ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ആളുകൾ നിൽക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം കൂടി പറയുന്നുണ്ട്. Then drinks and edible arrangement. ഒരാളൊന്ന് പറഞ്ഞേ, ഇത്രയും നേരം ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, ഒന്ന് പറഞ്ഞു. മൂന്നാമത്തെ എന്താ പറയുന്നേ? ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാല് ആരാ പറയാ? ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് എളുപ്പമല്ലേ പറയാനായിട്ട്? ഒരാളൊന്ന് പറഞ്ഞേ. അഞ്ജലിയാണോ പറയുന്നത്? അഞ്ജലി ഒന്ന് പറയാവോ? എന്താ പറയുന്നതിനകത്ത്? ഞാൻ പറയട്ടെ മാം. സ്മിത പറഞ്ഞോളൂ. എന്താ പറയുന്നേ? നമ്മളെ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാൻ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് എന്താണ് ചിലപ്പോ കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ടാവും അല്ലെ, ജ്യൂസ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കും, കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് അതുപോലെ തന്നെ സ്നാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാത്രങ്ങൾ വേണം അല്ലെ, പാത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കണം. അതുപോലെ തന്നെ കേൾക്കാമോ? പറഞ്ഞോളൂ. കേൾക്കാം, പറഞ്ഞോ. വെള്ളമോ അതെ ജ്യൂസോ കരിക്കും വെള്ളം. ക്ലിയർ അല്ല ഇതാ പറയുന്നത്, ക്ലിയർ അല്ല കേട്ടോ. കേക്കാം പക്ഷെ ക്ലിയർ അല്ല. പിന്നെ വരുന്ന നെറ്റ് ഇഷ്യൂ സാരില്ലെന്ന് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ പാത്രങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ പാത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കുക, അതിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതായത് വൃത്തിയായിട്ട് അത് പ്രസന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഇത് വാങ്ങുമ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമല്ലോ, ഇപ്പൊ സ്നാക്സ് വാങ്ങാം അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വാങ്ങാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ വൗച്ചറുകൾ, അതായത് അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം എന്ന് കൂടി ഇവിടെ പറയുന്നത്. പീസ് കീപ്പിംഗ്, അതുപോലെ തന്നെ സമാധാനം, അതായത് ഒരു പ്രോഗ്രാം ആകുമ്പോൾ ആ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ക്രമസമാധാനം നിലനിർത്തണം അല്ലെ. അതായത് സൈലൻസ് വേണം, അച്ചടക്കം വേണം. അപ്പോ എന്താ പറയാ, ഇവിടെ പറയുന്നത് വിഐപികളെ നമ്മള് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അവരെ റിസീവ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ ചുറ്റിലും ആളുകളൊക്കെ കൂടി നിൽക്കുവാണെങ്കിൽ അവരെ മാറ്റാനായിട്ട് ശ്രമിക്കണം. പൂക്കലും ചിലപ്പോ ഭയങ്കരമായിട്ടുള്ള കയ്യടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഭയങ്കരമായിട്ട് നമുക്കറിയാം, ഇപ്പൊ കുട്ടികളൊക്കെയാണ്, ഇപ്പൊ കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പൊ സിനിമ സ്റ്റാറൊക്കെയാണ് വരുന്നതെങ്കിൽ അവരുടെ ചുറ്റും കൂടി ഭയങ്കരമായിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലെ. ഭയങ്കര എന്താ പറയാ ഉത്സാഹമായിരിക്കും അവർക്ക് എല്ലാവരും ചെയ്യാനും. അപ്പോ അത് ചിലപ്പോൾ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മാക്സിമം അതായത് സൈലൻസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാകും പുഷ്പ 2 അല്ലെ, ആ സിനിമ ഇന്നലെ പ്രീ റിലീസോ അങ്ങനെ എന്തോ ചെയ്തിട്ട് ഒരാള് മരണപ്പെട്ടു. ഭയങ്കരമായിട്ടുള്ള ആരാധകരുടെ ആഹ്ലാദം, എന്തോ തീ എന്തോ ഇതാക്കി, നീ കറക്റ്റ് കണ്ടില്ല, ന്യൂസിലൊരു ഇതുപോലെ മിന്നിപ്പോയതാണ്. അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നോ, ന്യൂസ് കണ്ടായിരുന്നോ? തിക്കിലും തിരക്കിലും പെട്ട് ഒരാള് മരിച്ചെന്ന്, യുവതിയാണ് മരിച്ചതെന്ന്, ഒരു സ്ത്രീയാണ് മരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള എന്താ ആ ന്യൂസ് കണ്ടു മാം. തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് മാം. തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിക്കുകയുണ്ടായി. അപ്പൊ ഭയങ്കര ആരാധകരുടെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ തിമിർപ്പാണ് ആ ഒരു മരണം സംഭവിച്ചത് അവിടെ, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് സ്കൂളുകളിലും എന്താണ് വരാനിടയുണ്ട്. കാരണം ഒരാളൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ ചുറ്റും കൂടുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആരവം ഉണ്ടാക്കുക, കൂക്കിവിളി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കുട്ടികളെ മാക്സിമം എന്ത് ചെയ്യുക, സൈലൻസ് ആയിട്ട് ഇരുത്തുക, ഡിസിപ്ലിൻ ആയിട്ട് ഇരുത്തുക. ലാസ്റ്റ് വൺ ഈസ് ഗേറ്റ് ഡ്യൂട്ടി ആണ്. ഗേറ്റ് ഡ്യൂട്ടിയിൽ വരുന്നത്, അതായത് നമ്മള് ഇപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ മാത്രമായിരിക്കും ശ്രദ്ധ കൊടുക്കുന്നത്. വേറൊരു സ്ഥലത്തോട്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോ ചില പ്ലേസുകൾ ഉണ്ട്. ഇപ്പൊ പോലീസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. പോലീസ് പറയുന്ന പ്രകാരം, അതായത് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിലാവാം, അല്ലെങ്കിൽ യൂറിനൽസ്, ടോയ്ലറ്റ്സ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ക്രൈം നടക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് നടക്കുന്ന സാഹചര്യത്തില് എല്ലാ വിദ്യാർത്ഥികളെയും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. യൂറിനൽസ്, അതുപോലെ തന്നെ ടോയ്ലറ്റ്സ്, ക്ലാസ് റൂം, ഇതൊക്കെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം ടീച്ചേഴ്സിന്റെ ശ്രദ്ധ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഗേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ നിരീക്ഷണം ചെയ്യാൻ ചിലപ്പോ ടീച്ചേഴ്സിന് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചില ക്രൈംസും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പല പ്രോഗ്രാംസ് നമ്മൾ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പല പ്രോഗ്രാംസ് നടക്കുമ്പോഴും കോളേജിലായാലും സ്കൂളുകളിലായാലും പല പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോഴും പല പല ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ക്രൈം ആവാം, അല്ലെങ്കിൽ റേപ്പ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമാണ്, വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ചാപ്റ്റർ അപ്പൊ നന്നായിട്ട് ഇതൊന്ന് വായിച്ചൊക്കെ നോക്കുക കേട്ടോ. പഠനമൊക്കെ തുടങ്ങിയോ? നിങ്ങള് പഠിച്ചൊക്കെ തുടങ്ങിയോ? പഠിച്ചൊക്കെ തുടങ്ങി? തുടങ്ങി. ഓരോ കാര്യം നന്നായിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ നല്ല രീതിയിൽ വായിച്ചു പോവാം. അതിനകത്തുള്ള മീനിങ് മാത്രമല്ല, പുറത്തുനിന്നും ചോദിക്കാം. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് മനസ്സിലായത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചോദിക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഇതിപ്പോ ഈസി ചാപ്റ്റർ ആണ്. എടുത്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ഈസി ആയിട്ടൊരു ചാപ്റ്റർ ആണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല വൺ വേർഡ് ടൈപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം. അല്ലാതെ മറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ വായിക്കുമ്പോൾ നല്ല രീതിയിൽ വായിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നന്നായിട്ട് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു മാം. കേട്ടോ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. Good night, ma'am. Thank you, ma'am.